ആ കർമ്മനിരതയിൽ അധികം പേരും ഒരുപക്ഷെ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എന്നോട് ഗുണകാംക്ഷ കാണിക്കാത്തവരാണ്. എന്റേതെന്ന് ഞാൻ അഭിമാനം കൊള്ളുന്ന പലതും എന്നെ വിട്ടുപോകും. എന്റെ താക്കോൽക്കൂട്ടങ്ങൾ, എന്റെ ഗ്രന്ഥശേഖരങ്ങൾ, എന്റെ തുണിപ്പെട്ടികളും പാദരക്ഷകളും, എന്റെ ഉടുമുണ്ടുകളും, അങ്ങനെയെല്ലാം എല്ലാം എല്ലാം. എന്റെ ബന്ധുക്കൾ നീതിബോധമുള്ളവരാണെങ്കിൽ എനിക്ക് മരണശേഷം ഉപകാരപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടെ അവ ആർക്കെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യുമായിരിക്കും. ഒന്നുറപ്പിച്ചു പറയാം, ദുനിയാവ് ഒരിക്കലും എന്റെ വേർപാടിൽ സങ്കടപ്പെടില്ല. എന്റെ മരണം കൊണ്ട് ഭൂഭ്രമണം നിലച്ചുപോകില്ല. വ്യവഹാരങ്ങളെല്ലാം പതിവ് പോലെ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് പകരം ജോലി ചെയ്യാൻ എന്റെ കസേരയിൽ പകരക്കാരനെത്തും. എന്റെ ധനം ന്യായമായും അനന്തരാവകാശികൾ പങ്കിട്ടെടുക്കും. എന്നാലോ ആ ധനത്തെക്കുറിച്ച് കണക്ക് പറയേണ്ടത് ഞാനും. അത് കൂമ്പാരമാവട്ടെ, കഷ്ടിച്ചുള്ളതാവട്ടെ, അണുമണിത്തൂക്കമാവട്ടെ, ഈത്തപ്പഴക്കുരുവിനെ പൊതിഞ്ഞ പാടകണക്ക് നിസ്സാരമാവട്ടെ, അതിനെക്കുറിച്ച് കണക്ക് പറയേണ്ടത് ഞാൻ തന്നെയാണ്.